അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളയവലാണ്. ഏതവല് വേണേലും ഉപയോഗിക്കാം. പക്ഷെ നമുക്കിവിടെ കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഈ വെള്ളയവൽ, അതുകൊണ്ടാണ് നമ്മൾ വെള്ളയവൽ എടുത്തത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മിക്സർ. അത് ഇതെന്ന് പറഞ്ഞാല് വളരെ വേഗം തയ്യാറാക്കാനും പറ്റും. സാധാരണ നമ്മള് മിക്സർ എന്ന് പറയുമ്പോഴത്തേന് ഇച്ചിരി നേരം എടുക്കുന്ന ഒരു ഇച്ചിരി നേരം എടുക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. നമ്മൾ അവര് മാത്രമല്ല, കപ്പലണ്ടിയാണ്, പച്ച കപ്പലിനെ നമ്മൾ കഴുകി എല്ലാം വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതും നമുക്കൊന്ന് വറുത്തെടുക്കാം. കാര്യം മിക്സറിനകത്ത് കപ്പലിന്റെ ഇല്ലെങ്കിൽ പിന്നെ എന്തല്ലേ, പിന്നെ ഒരു കപ്പലിന്റെ എങ്കിലും വേണം. പിന്നെ വേറെ നമുക്ക് പരിപ്പുണ്ടെങ്കിൽ പരിപ്പിടാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കൊപ്രയാണ് കേട്ടോ. ഇപ്പൊ കൊപ്ര അല്ല, തേങ്ങ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ കൊപ്ര ഉണ്ടായിരുന്നതുകൊണ്ട് കൊപ്ര എടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ചട്ടി വെക്കാം. ഇതിനൊരു പ്രത്യേകത തന്നെ, ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഇത് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതാണ് ഇതിന്റെ ഒരു വേറെ ഹൈലൈറ്റ് തന്നെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മുടെ കപ്പലിന്റെ ഇലൊന്ന് വറുത്തെടുക്കാവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കപ്പലിന് കരിഞ്ഞു പോകണ്ട, അത്യാവശ്യം ഒരു പൊട്ടുന്ന ഒരു പരുവായില്ലേ, ആ ഒരു പരുവായാൽ മതി. ഇതൊന്ന് വറുത്തെടുക്കുന്നതാണ് ഇതിന്റെ ആദ്യത്തെ നമ്മുടെ കലാപരിപാടി. ഇത് കഴുകിയിട്ടേ ഒന്ന് ഫാനിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ വെള്ളമയൊക്കെ അങ്ങ് പോകും. അപ്പൊ ഇതിലേക്ക് ഇടുമ്പോ ആ ഒരു അതിൽ വെച്ചാണെങ്കിലും സംഭവം ഇപ്പൊ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊന്ന് വറുത്ത് വരാൻ 2-3 മിനിറ്റ് വേണം. എണ്ണയ്ക്കകത്ത് ആയതുകൊണ്ട് എളുപ്പം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കപ്പലിന്റെ വറുക്കുമ്പോൾ ഇതിപ്പോ ചൂട് എണ്ണ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സാധനം. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോഴേ നമ്മുടെ കപ്പലിന്റെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി കോരി എടുക്കാം. എണ്ണ മാക്സിമം നമ്മൾ ഇതാക്കിയിട്ട് കോരി എടുക്കുക. അപ്പൊ കോരുന്ന സമയത്ത് അത് തന്നെ നമ്മുടെ എന്താ പറയുക കൊപ്ര തേങ്ങയോ എന്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മുടെ ഒരു ചെറിയ എന്താ പറയുക വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. കനം കുറച്ച് നീളത്തില്. കൊപ്ര ആയതുകൊണ്ട് തന്നെ അധികം നേരം നമുക്ക് മൂപ്പിക്കേണ്ടി വരുന്നില്ല. അതാണ് നമ്മള് കൊപ്ര എടുത്തത്. അതെ, പകുതി ഉണങ്ങിയ സാധനമല്ലേ, ഉണങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൊപ്ര എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പച്ച തേങ്ങയല്ലേ, അപ്പൊ അതാണെങ്കിൽ കുറച്ച് കൂടെ നേരം എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ കപ്പലിന്റെ വറുത്ത പോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് ഇടുന്ന ഓരോ സാധനങ്ങൾക്കും പല മൂപ്പാണ്. അതുകൊണ്ടാണ് ഇത് പലതും പലതായിട്ട് വറുത്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ടങ്ങ് വറുത്താൽ മതി. അപ്പൊ ഇത് പല മൂപ്പായതുകൊണ്ട് മാത്രം നമ്മള് പല രീതി വറുക്കുന്നത് കഴിയും. അപ്പൊ ഇത് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇനി കോരി അങ്ങ് എടുക്കണം. അപ്പൊ കോരി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കോരി എടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ കോരി വെച്ചാൽ മതിയേ. ചൂട് വീണതുകൊണ്ട് ഞങ്ങൾക്ക് കരിഞ്ഞു പോകണ്ട. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊപ്രയ്ക്കുണ്ടല്ലോ വേറെ ടേസ്റ്റ്. കൊപ്രയ്ക്ക് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ്, പക്ഷെ കരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. കരിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മള് നാട്ടിലൊന്നും ഇങ്ങനെ കൊപ്ര കടയിൽ വാങ്ങിക്കുന്ന കിട്ടുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ വീടുകളിൽ തന്നെയല്ലേ പണ്ടൊക്കെ കൊപ്ര റെഡിയാക്കി വരും. ഇവിടെ എല്ലാ കടയിലും സുലഭമായിട്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് പച്ചമുളകാണ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയതായിട്ട് അരിഞ്ഞാണ്. അത് ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഇനി അതും കൂടെ അതിന്റെ ജലാംശം കംപ്ലീറ്റ് പോകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ മുളകൊക്കെ വറക്കുമ്പോൾ അകന്ന് നിന്ന് വറക്കുന്നതായിരിക്കും നല്ലത്. കുഴിയൊക്കെ പോട്ടും. അപ്പൊ ഇതൊന്ന് വറുത്തെടുത്തോട്ടെ കേട്ടോ. നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ ഈ കോരുന്ന സാധനം നോക്കിയിട്ട് കണ്ടില്ല, തപ്പിയെടുക്കണം. ചില നേരത്തെ സാധനം തപ്പുന്ന സാധനം കാണത്തില്ല, മറ്റെല്ലാ സാധനം കാണും. എന്നാൽ അത് ഏറ്റവും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് വലിയ കോമഡി. അപ്പൊ ഇനി നമ്മുടെ വറ്റലമുളക് കൂടി ഇട്ട് കൊടുക്കാവേ. വറ്റലമുളക് ഇടുമ്പോഴും നമ്മളൊന്ന് മുറിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. 2-3 പീസായിട്ടൊന്ന് മുറിച്ചിടുക. ചിലപ്പോ മുളകിന്റെ അകത്ത് കുരു കൂട്ടും. ഇച്ചിരി ഡേഞ്ചറാ ഈ മുളകിന്റെ കാര്യം. അല്ല, നമ്മുടെ അടുക്കളയിൽ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളോട്ടല്ല വെളിയിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാനുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റേ എന്താ ഈ വിഷു ആകുമ്പോഴത്തേക്ക് ഒരു വീഡിയോ വാട്സപ്പിലൊക്കെ കാണുന്നില്ലേ, അതന്നെ ഒരമ്മ മറ്റേ പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്ന.
നമ്മളിതൊക്കെ വറുത്തിട്ടുള്ളത് കോരിക്ക് ഓണം. അതെ വിഷുവിന്റെ വര പറയുന്നത് ആ ഒരു അമ്മാവന്റെ വീഡിയോ വെച്ചിട്ടാണ്. അപ്പൊ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില നമ്മളെ കരിയെടുക്കുമ്പോ അതേലും ജലാംശം കണ്ടപ്പോഴേ സംഭവം നമ്മൾ ചിരിക്കുന്നു, സംഭവത്തിന് ഭയങ്കര. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില കളഞ്ഞ് അപ്പൊ നമ്മളുണ്ടല്ലോ ഇതിനകത്ത് ചേർക്കാനുള്ള സാമഗ്രികളെല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ സാധനം കൂടെ ഉണ്ട് വറുക്കാനുണ്ട്. അടിപൊളി ടേസ്റ്റ് ആവും. അതന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മളെ വീണ്ടും നമ്മൾ ചട്ടി മറ്റേ മുളകിന്റെ അരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ വേറെ എണ്ണ എടുത്തു. ആ എണ്ണ തന്നെ ഉപയോഗിക്കാവേ. അതിൻ്റെ അകത്ത് മുളകിന്റെ അരി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വറ്റൽമുളക് വറക്കുമ്പോഴത്തേക്ക് എന്തായാലും മുളകിന്റെ അരി വരും. അതുകൊണ്ടാണ് നമ്മൾ ആ എണ്ണ അങ്ങ് മാറ്റിയത്. അല്ലാതെന്നുണ്ടെങ്കിൽ അതിന്റെ അത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ മുഴുവൻ കൂടെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ മിക്സറിനകത്ത് കടുകിട്ട് ചെയ്യാറില്ല, പക്ഷെ ഇവിടുത്തുകാരുണ്ടല്ലോ അത് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് പൊട്ടണം. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ സംഭവം ഇവര് ചേർക്കുന്നതെന്ന് വെച്ചാല് ഈ ജീരകം ഇല്ല, നല്ല ജീരകം ഒരു നുള്ള് അതും കൂടെ ഈ കടുകിന്റെ കൂട്ടിട്ടൊന്ന് പൊട്ടിച്ചു. ആ അതെ അതിനൊരു വ്യത്യസ്തമായ ടേസ്റ്റ്. നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു നമ്മളെ മിക്സറിന്റെ ടേസ്റ്റ് അല്ല. സംഭവം എന്തായാലും കൊള്ളാം. എങ്ങനെയൊക്കെ ചെയ്താലും അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. എണ്ണ ഒരു സ്വല്പം ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധൃതിയില് കടുകുവാരിയൊക്കെ ഇട്ടതാ. ചായ കുടിക്കാൻ നേരമാവും. സംഭവം ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ നല്ല ജീരകം കൂടെ ഒരു നെല്ലിട്ട് കൊടുക്കാം. ജീരകം പെട്ടെന്ന് ഇനി നമുക്ക് ഒരു 2 സാധനം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇനി അവലിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നല്ല വേഗം തന്നെ ഇളക്കി അങ്ങ് റെഡിയാക്കി. കഴിഞ്ഞു പോലെ വേഗം ഇളക്കണം. രണ്ടുപേരും നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നിന്ന് ചെയ്താലും എളുപ്പമായിരിക്കും. അവല് നമ്മള് കഴുകി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലപോലെ ഉണക്കണം. അതന്നെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ശരിയാവില്ല. ഇത് വളരെ കുറവ് എണ്ണ മതി ഇതിനെ ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ മിച്ചർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പക്ഷെ എന്നാലും ഉണ്ടല്ലോ നമ്മളവര് എണ്ണ ഒത്തിരി വേണമല്ലോ എന്ന് വിചാരിച്ച നമ്മൾ സാധാരണ മിച്ചർ ഉണ്ടാക്കാനൊക്കെ മടിക്കുന്നതാണ്. പണ്ടൊക്കെ ഞാൻ ചെറിയ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് വീട്ടിൽ ഒരു പാട്ടക്കകത്ത് എണ്ണ വരുമല്ലോ, അലുമിനിയത്തിലല്ല ഇരുമ്പിന്റെ. അതൊരു പാട്ടയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം അതിന് മാത്രം ഉണ്ടാകും വറക്കാനായിട്ട്. എല്ലാരും വരുമല്ലോ, നമ്മുടെ ദൂരെയുള്ള ആൾക്കാരെല്ലാരും വരും. എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ പറക്കുന്ന സാധനങ്ങൾ ചെയ്യുന്നതും ആ സമയത്ത്. അപ്പൊ ഇനി അവല് നന്നായിട്ടൊന്ന് മൂത്ത് വേണം, ആവണം. എന്നാ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. കരിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റിന്റെ സകല സംഭവം. ഇച്ചിരി വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും. ചെറിയ ചീനച്ചട്ടിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നേരം എടുക്കും. പിന്നെ ചിലവരുണ്ട് കൂടുതൽ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ എണ്ണ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതല്ലേ നമ്മുടെ ഒരുപാട് എണ്ണ ആവശ്യമില്ലാതെ. നമ്മള് ഇത് റെഡിയാക്കി വരുമ്പോഴത്തേന് കപ്പലിക്കാണോ അതിനെ കുറിച്ച് ഒരു എന്താ മിച്ചർ ഉണ്ടാക്കിയാലും മുഴുവൻ കപ്പലിന്റെ പെറുക്കത്തില്ല. എന്നിട്ട് ഏറ്റവും സ്ഥലം നമുക്ക് കപ്പലിന്റെ ഒന്നുമില്ല. അതുകൊണ്ട് മുഴുവൻ ഗ്യാസ് എല്ലാം അങ്ങ് ഏറ്റെടുക്കും. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യാന്ന് പറ. നമ്മളും എല്ലാവരും കപ്പലിന്റെ ഇട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പോ ഒരെണ്ണം പോലും കാണുന്നത്. അവല് നല്ല പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ഒച്ച കേൾക്കാം, പൊട്ടുന്ന ഒച്ച കേൾക്കാവേ. അതാണ് നമ്മുടെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ചേർക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. നിറം വരണമല്ലോ. ഒന്ന് ഇളക്കി കേട്ടോ. ഒരു
1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ, അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നമ്മുടെ കായപ്പൊടിയാണ്. ഇവിടുത്തെ കായപ്പൊടി ഇട്ടാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. അത് തന്നെ, ഇവിടുത്തെ കായപ്പൊടി ഇട്ടാൽ വേറെ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള എല്ലാത്തിനും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അതാണ് ഈ അടുത്ത പരിപാടി. ഇതെല്ലാം കൂടെ നമുക്ക് എന്തായാലും മറ്റേ നമ്മുടെ നാടൻ മിക്സർ അത് നമുക്കൊന്ന് ചെയ്യണത്. അതൊരു സ്പെഷ്യൽ സാധനമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാണല്ലോ അതൊന്നും ഉണ്ടാക്കി ഞാനത് കഴിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 തവണ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അടിപൊളി സാധനം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് മിക്സർ അല്ല. ഇത് ഇഷ്ട സാധനം. ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇൻഗ്രീഡിയൻസ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കഴിച്ചത്. കാരണം എന്റെ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് കഴിച്ചത്. അപ്പൊ അതാണ് പറയാനായിട്ട് മടി. അല്ല സത്യം, ഞാനത് അപ്പോഴാണ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞ അതിന്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ അവരുണ്ടാക്കുന്ന സാധനം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനം. നമ്മള് ചെറിയ പ്രായത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു അങ്കിളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സ്റ്റൗ എടുത്തു. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സറിന്റെ ആ ഒരു ഭംഗി. കിടുക്കാച്ച സാധനം. നല്ല കറും മുറ കഴിക്കാൻ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ പാൽച്ചായ എന്താണ് ഒരു കുഴപ്പമില്ല. കട്ടൻ കാപ്പിയോ എന്താണ് നല്ല അടിപൊളി സാധനമാണ്. ഇത് എത്ര ദിവസം വേണേലും കേടുകൂടാതിരിക്കുകയും ചെയ്യും. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. അതെന്താന്ന് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര. അത് നമ്മൾ സ്റ്റൗ നിർത്തിയതിന് ശേഷം ആഡ് ചെയ്യാൻ. കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക് ഒരു ചെറിയൊരു മധുരം കൂടെ ചെല്ലുന്നുണ്ടല്ലോ, നല്ല രസമായിരിക്കും. അപ്പൊ സംഭവം നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും വെള്ളം അവല് വെച്ചിട്ട് മറ്റേ അവലാണെങ്കിലും പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെയ്ത് നോക്കി ഇതുപോലെ. അതായത് നമ്മുടെ തേങ്ങാക്കൊത്തും മറ്റേ മുളകും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് റെഡി ആയിരിക്കും. നമുക്ക് ചൂടായിപ്പോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കാതിരിക്കരുത്. നമുക്ക് ഇനി ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഒന്നും കുറവില്ല സാധനത്തിന്. അടിപൊളിയായിട്ടുണ്ട് സാധനം. അപ്പോഴേ ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഉറപ്പായിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് കപ്പലിന്റെ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേറെ പയറുകൾ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. കിസ്മിസോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വറുത്ത് ചേർക്കാം. എങ്ങനെ ചെയ്താലും നല്ല കിടുക്കാച്ച സാധനമായിരിക്കും. അപ്പൊ ഏതായാലും എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന എന്താ പറയുക കൂട്ടുകാരൊക്കെ ഒന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. അതായത് മറ്റേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ഒന്ന് കമന്റ് ആക്കിയേക്കുക. ഷെയർ കൂടെ ചെയ്ത് നോക്കും. ഇതിപ്പോ നമുക്ക് മറ്റേ സ്കൂളിൽ പിള്ളേർക്ക് മറ്റേ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു ചീത്തയായി പോകുന്നുള്ള പേടി വേണ്ട. തണുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളി സാധനമാണ്. അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് തിന്നാം. അതന്നെ. പിന്നെ അധികം ദിവസം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പിറ്റേ ദിവസം തന്നെ കഴിയുമ്പോൾ അപ്പൊ ചെയ്തോളുക. അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്താ പറയുന്ന എല്ലാം പറഞ്ഞാണല്ലോ. അപ്പൊ എല്ലാവർക്കും Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.